നിങ്ങൾക്ക് എന്നെ വിദൂഷകൻ എന്നോ ജോക്കർ എന്നോ എന്ത് സാങ്കേതിക പദം ഉപയോഗിച്ചും വിശേഷിപ്പിക്കാം. കാണേണ്ടത് കാണാത്ത, കേൾക്കേണ്ടത് കേൾക്കാത്ത, അറിയേണ്ടത് അറിയാത്ത ഞാൻ അടങ്ങുന്ന ഈ സമൂഹത്തോട് എനിക്ക് ചിലത് ചോദിക്കാനുണ്ട്, ചിലത് പറയാനുണ്ട്. ആത്മനിന്ദയുടെ അതിപ്രസരമില്ലാതെ നമ്മൾ എത്ര പേർക്ക് ഇത് കേട്ടിരിക്കാൻ സാധിക്കും എന്നൊന്നും എനിക്കറിയില്ല. പുഞ്ചിരിക്കു തെളിവില്ല, അറിവില്ല, കാൺമീലർത്ഥം വൃഥാ ചിരി പൊഴിച്ചവൾ വാണിടുന്നു. കഷ്ടം മഹാദുരിത ജന്മമിതെന്നു കാൺമോരിഷ്ടം വിനാ മിഴി തിരിച്ചൊഴിവായിടുന്നു. പൊട്ടിച്ചിരിച്ചു മിഴി ചുറ്റിയുടന്നു കുഞ്ഞിൻ മട്ടിൽ പിളർത്തിയ ധരങ്ങൾ മൊഴിഞ്ഞിടുന്നു. മർത്യന്റെ ഭാഷകളിൽ ഒന്നിലുമല്ല ഏതോ പക്ഷിക്കിടാവു മുറിവേറ്റു വിളിച്ചിടുമ്പോൾ അമ്മയ്ക്കു മാത്രമറിയുന്നൊരു ഭാഷ. കുഞ്ഞിനിന്നൊന്നോ വയസ്സ്. ശിവ 37 തന്മേനി യൗവന സുപൂർണതയാൽ വിളങ്ങി. കണ്ണീരിലൂടെ അതു മങ്ങിയുടഞ്ഞു കാണുന്നു. തന്മേനി യൗവന സുപൂർണതയാൽ വിളങ്ങി. കണ്ണീരിലൂടെ അതു മങ്ങിയുടഞ്ഞു കാണുന്നു. രോഗങ്ങൾ വന്നു സഖിമാരോടു തുല്യമിൻ്റെ ദേഹം പതുക്കെരിവുവായൊരു ഭാരമായി. ആകാതെയായി കഠിനം പണിയൊന്നും അമ്മ പോകാറുമായി. മകളെ തുണയാരു നാളെ, മകളെ തുണയാരു നാളെ. ആരൂട്ടുമാരു കഴുകിച്ചു തുടച്ചുറക്കുമാരി. മുടിച്ചുരുളുകൾ ചീകിയൊതുക്കി വയ്ക്കും. ആരീ അഴുക്കുകൾ എടുത്തിടുമെന്നുമെൻ്റെ ആരോമലിൻ ഇരുളിലൊരു കരം പിടിക്കും. കൊല്ലേണ്ടതെങ്ങനെ, 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 കൊല്ലേണ്ടതെങ്ങനെ. കൊല്ലേണ്ടതെങ്ങനെ, കൊല്ലേണ്ടതെങ്ങനെ. സ്ത്രീയുടെ ആത്മാഭിമാനത്തിന് വില പറയുന്ന, അവളുടെ വൈകാരികതയെ അവഹേളിക്കുന്ന മൃഗതുല്യ ജനതയായി നാം അധപതിച്ചിരിക്കുന്നു. നമ്മുടെ സദാചാര ബോധവും നീതിബോധവും ഇവിടെ നോക്കുകുത്തികളാവുന്നു. ആത്മവിചിന്തനത്തിന്റെ ഏതെങ്കിലും മുഹൂർത്തത്തിൽ എന്തുകൊണ്ട് എന്ന് നാം ചിന്തിച്ചിട്ടുണ്ടോ?
മാന്യമഹാജനങ്ങളെ, രാജ്യദ്രോഹിയും സ്ഫോടനക്കേസിൽ പ്രതിയുമായ രാജ്യം കണ്ട ഏറ്റവും ഭീകരനായ തീവ്രവാദിയെ അല്പസമയത്തിനകം സമൂഹ വിചാരണയ്ക്ക് വിധേയനാക്കും എന്ന വിവരം ഇതിനാൽ അറിയിച്ചുകൊള്ളുന്നു. ആർക്കു വേണ്ടി, എന്തിനു വേണ്ടി നീ നിന്റെ ജന്മനാടിനെ ഒറ്റുകൊടുത്തു? അവളുടെ ആത്മാവിനെ കീറി മുറിച്ചു. മക്കൾക്ക് തുല്യനീതി നിഷേധിക്കുന്ന ഏതൊരമ്മയെ ശിക്ഷിക്കപ്പെടേണ്ടവർ തന്നെയാണ്. എന്റെ ജനതയുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി ഞാനത് ചെയ്തു. കപട രാഷ്ട്രീയ പേക്കൂത്തുകൾ അറിയാത്ത, ഉപാധികളില്ലാത്ത സ്നേഹം കൊണ്ട് മാത്രം ബന്ധിക്കപ്പെട്ടിട്ടുള്ള ഒരു ജനതയുണ്ടിവിടെ. അവർക്കു നീ എന്ത് വിശദീകരണം നൽകും? സമൂഹ വിചാരയ്ക്ക് നിങ്ങൾക്ക് എന്തവകാശം? വിദ്യാഭ്യാസം കച്ചവടവൽക്കരിക്കപ്പെടുന്ന സമൂഹത്തിൽ എന്നെ പോലുള്ളവർക്ക് വിദ്യാഭ്യാസം നിരസിക്കപ്പെടുമ്പോൾ, ഭൂരിഭാഗം യുവതയും തൊഴിലില്ലായ്മ കൊണ്ട് വലയുമ്പോൾ, പണത്തിന്റെ പ്രലോഭനങ്ങളിൽ മൂല്യബോധം മറക്കുന്നതിൽ എന്ത് തെറ്റ്? വിചാരണയ്ക്ക് മുതിരുന്ന സമൂഹം അന്ന് എവിടെയായിരുന്നു? മക്കളെ നഷ്ടപ്പെട്ട അമ്മമാരുടെ, അനാഥരാക്കപ്പെട്ട ബാല്യങ്ങളുടെ, ആയുസ്സിന്റെ മുഴുവൻ പ്രതീക്ഷകളും ഒരു നിമിഷം കൊണ്ട് തകർന്നടിഞ്ഞ അനേകം ജീവിതങ്ങളുടെ നഷ്ടം ആര് നികത്തും? ഇതിനുത്തരം പറയേണ്ടത് ഞാനല്ല. കൊള്ള ലാഭങ്ങൾക്ക് വേണ്ടി നാടിനെ കീറി മുറിക്കാൻ ക്ഷുഭിത യൗവനങ്ങളെ വിലക്കെടുക്കുന്ന രാഷ്ട്രീയ കോമരങ്ങളോട് ചോദിക്കും. സ്വയം ന്യായീകരിക്കാൻ ഞാൻ ശ്രമിക്കുന്നില്ല. മൂല്യബോധം മറന്ന്, മാനുഷികത മറന്ന് ഇരുണ്ട തത്വശാസ്ത്രങ്ങളുടെ നിഴൽക്കൂത്തിന് നിന്നു കൊടുത്തത് എന്റെ പിഴ, എന്റെ വലിയ പിഴ. ഇത് സമൂഹത്തിന്റെ മറ്റൊരു മുഖം. അധാർമികത ചുടലനൃത്തം ചെയ്യുന്ന, ഭരണവും നിയമവാഴ്ചയും ചോദ്യചിഹ്നങ്ങളാവുന്ന, രാഷ്ട്രചിന്തയും രാഷ്ട്രബോധവും പണത്തിന്റെ പ്രലോഭനത്തിന് വഴിമാറുന്ന പുതിയ മുഖം. സ്വയം ചോദിക്കിൻ, എന്തുകൊണ്ട്? ഇന്ന് രാവിലെ 9ഓടെയാണ് സമൂഹ വിചാരണയ്ക്ക് തുടക്കമായത്. ചില രാഷ്ട്രീയ കക്ഷികൾക്ക് ഇതിൽ പങ്കുണ്ടെന്നാണ് കരുതപ്പെടുന്നത്. എന്നാൽ ഇത് കേസിന്റെ ഗതി മാറ്റാനുള്ള ശ്രമമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. ക്യാമറാമാൻ സുരേഷിനൊപ്പം രേഖ മേനോൻ, BTV ന്യൂസ്. അയാളുടെ ദൈന്യത കാണിക്കുന്ന ഭാഗം നന്നായിട്ടൊന്ന് പ്രൊജക്ട് ചെയ്തു കേട്ടോ. അതെ, രാഷ്ട്രീയ പരാമർശങ്ങൾ പരമാവധി ഒഴിവാക്കി എഡിറ്റ് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ അത് വലിയ പ്രശ്നമാവും. അതെ, ഒരു കോളെത്തിട്ടുണ്ട്. ഒരമ്മ ഭ്രാന്തിയെ മോളെ കൊന്ന കേസാ. നമുക്കത് സെൻസേഷണൽ ന്യൂസ് ആക്കിയാലോ? ഇതൊക്കെ സാധാരണ സംഭവല്ലേ, ഇതിലെന്താ സെൻസേഷൻ? കാര്യമുണ്ട്, ഒരു സ്ത്രീ പീഡന ശ്രമം കൂടി ഉണ്ട്. പിന്നെ സെൻസേഷൻ ആക്കാനോ പാട്? നാടിന്റെ നാവാകേണ്ട മാധ്യമധർമ്മത്തിന്റെ കാലിക സംസ്കാരമാണിത്. എന്തിനെയാണ് നാം പേടിക്കുന്നത്? പേടിച്ചിടുന്നു നാം പാതിരായ്ക്കും വന്നു വാതിൽക്കൽ മുട്ടും അധികാരദണ്ഡിനെ, കുറ്റിരുട്ടത്തെഴും പാമ്പിനെപ്പോൽ വന്നു കൊത്തും കൊടും മതഭ്രാന്തിന്റെ കത്തിയെ, കാവലാൾ തൻ കണ്ണു തെറ്റിയാൽ കുങ്കുമപ്പൂവയലേല കയ്യേറുന്ന മുഷ്കിനെ, എന്നും പകന്നുച്ചയൂണിനൊരുണ്ണിയെ തന്നുകൊള്ളാമെന്ന നാട്ടു നടപ്പിനെ, ജോലിക്ക് പോയ പെങ്ങൾ എത്തുന്നതും കാത്ത്, സ്കൂൾ ബസ്സിൽ മക്കൾ മടങ്ങുന്നതും കാത്ത്, വാതിൽക്കൽ നിൽക്കും ഈ കാലക്കെടുതിയെ. പേടിച്ചിടുന്നു നാം വാഴ്വോരനന്തമാം പേടിക്കഥയായി വായിച്ചു പോന്നു നാം, പെറ്റമ്മയെ കൊണ്ടു ഭാരം ചുമപ്പിച്ചു തച്ചു തൊഴിച്ചു നടത്തിച്ച നാമിനി, ഒന്നിച്ചുറങ്ങാം മണ്ണിനടിയിൽ ആഗോള ശ്മശാനത്തിൽ. ഉത്തരമില്ലാത്ത ഒരുപാട് ചോദ്യങ്ങളുടെ ജീവിത സമീക്ഷയാണ് നമുക്ക് മുൻപിൽ. പ്രതികരിക്കാനോ പ്രതിഷേധിക്കുവാനോ സാധിക്കാതെ, കഥയറിയാതെ ആട്ടം കാണുവാൻ മാത്രമേ നമുക്ക് സാധിക്കുന്നുള്ളൂ. വിധിയെ പ്രേതപരിശോധനയ്ക്ക് വിധേയമാക്കാതെ ഒരു പുതിയ പ്രതീക്ഷയ്ക്ക് തുടക്കം കുറിക്കുവാനായി നമുക്ക് പോരാടാം. അതിലേക്ക് ഉയർത്തെഴുന്നേൽക്കാം.